ആസ്വദിക്കുമടോ. ഫലസ്തീനും ഇറാനും എല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോ കണ്ടാസ്വദിക്കുന്നവർ ഇന്നുമുണ്ടല്ലോ. അന്നും അങ്ങനെ തന്നെയാണ്. കഴുകുമരത്തിൽ കിടന്ന് ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാർ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടന്ന് പിടയുമ്പോ അത് കണ്ട് ആസ്വദിക്കുകയാ, അവര് പരിഹസിക്കുകയാ, അവരാനന്ദ നൃത്തം കൊള്ളുകയാ. അതാ വരുന്നടാ ചെറുപ്പക്കാരാ, ആകാശ ലോകത്ത് നിന്ന് ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിന്റെ നേതൃത്വത്തില് അതാ മലക്കുകൾ ഇറങ്ങി വരികയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. കഴുകുമരത്തിൽ കിടന്ന മരണവപ്രാളത്തിൽ പറയുന്ന ഹുബൈബ് ഇബ്നു അദിയിനോട് അതാ മലക്കുകൾ ചോദിക്കുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ ഹുബൈബ്? 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോ എനിക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിനോട് മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാടാ പേടിക്കുന്നത്, എന്തിനാടാ സങ്കടപ്പെടുന്നത്? ഹുബൈബ് കരയല്ലേ ഹുബൈബ്, പേടിക്കല്ലേ ഹുബൈബ്, വിളിച്ചു പറയടാ. ഈ ചിരിക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട്, ഈ കളിയാക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് പഠിക്കാൻ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം പഠിക്കുമെന്ന് മോനെ, നബി തങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. ഹുബൈബ് ദാ മുസ്ലിമാവുകയാണ്, ഒരിക്കൽ ശത്രുവിന്റെ കയ്യിലേക്ക് കിട്ടുകയാണ്. ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ശത്രുക്കളുടെ കയ്യിൽ കിട്ടുമ്പോ പിടിച്ചു കെട്ടിയിട്ട് അവര് കൊണ്ടുവരികയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ കെട്ടിയിട്ട് അവര് പിടിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്ന, ഹുബൈബ് മതം മാറണം ഹുബൈബ്, മതം മാറണം ഹുബൈബ്, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയുമടാ ഹുബൈബ്. ഹുബൈബ് പറയുകയാണ്, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല. പടച്ചവനെ, ഹുബൈബിനോട് അവര് പറയുന്നു, നീ ഞങ്ങളുടെ കൂട്ടുകാരനാടാ, നിനക്ക് അധികാരം തരാ, നിനക്ക് സമ്പത്ത് തരാ, ഏത് പെണ്ണിനെ കാണിച്ചാലും നിന്റെ കൂടെ കടത്തിത്തരാ, നീ മതം മാറടാ ഹുബൈബ്. എന്ത് പറഞ്ഞിട്ടും ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അപ്പോഴാണ് നേതാക്കന്മാര് പറയുന്നത്, ഇവനെ പരസ്യമായി തൂക്കിലേറ്റണം, എല്ലാവരും കാണുന്ന രീതിയിൽ ഇവനെ പരസ്യമായിട്ട് വേണം തൂക്കിലേറ്റി കൊല്ലാൻ. അങ്ങനെ പടച്ചവനെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഇവനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. കഴുകുമരം റെഡിയാക്കുകയാണ്, തൂക്കുമരം റെഡിയാക്കുകയാണ്. അവര് ചോദിച്ചു, ഹുബൈബ് എന്തായാലും മരിക്കാൻ പോകുകയല്ലേ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ഹുബൈബ് ചോദിച്ചു, ഞാൻ പറഞ്ഞ നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരാ ഹുബൈബേ, എന്തു പറഞ്ഞാലും ഞങ്ങൾ സാധിപ്പിച്ചു തരാ. അവര് വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. എന്നാ ഹുബൈബിന്റെ ആഗ്രഹം എന്താണെന്നറിയുമോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം തരുമോ? മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ടൊന്ന് നിസ്കരിക്കണം. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന് അനുവാദം കൊടുത്തു. ഒന്നുപെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. പെട്ടെന്ന് നമസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടിയിട്ട് സുജൂദിലേക്ക് വീഴുകയാണ്. അല്ലാഹുവേ, എപ്പോ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ഇന്ന് ചെറുതാണ് ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല തമ്പുരാന്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല തമ്പുരാന്, വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കണമെന്ന് കൊതിയുണ്ട് റബ്ബേ.
നിസ്കാരം നീണ്ടുപോയാ ഇവന്മാര് പറയും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ട് പടച്ചവനെ ഞാൻ പെട്ടെന്ന് നിസ്കാരം പൂർത്തീകരിക്കുകയാണ്. ഉബൈബ് റളിയല്ലാഹു തആല നിസ്കാരത്തിന്റെ പായിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ശത്രുക്കള് കൈകാലുകൾ കെട്ടുകയാണ്. കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ട് ഉബൈബ് റളിയല്ലാഹു തആല കൈകാലുകൾ കെട്ടുകയാ. അവിടെന്ന് പടച്ചവന് മുഖം മറയ്ക്കാൻ പോയപ്പോ ശത്രുക്കള് പറഞ്ഞു മറയ്ക്കണ്ട, അവൻ കടന്ന് ചാകുന്നതെല്ലാവരും ഒന്ന് കാണട്ടെ. ഉബൈബ് തങ്ങളുടെ കഴുത്തില് കയറിട്ടടാ ചെറുപ്പക്കാരാ. കഴുകുമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് അവസാനം കൂട്ടുകാര് ചോദിക്കുന്നു, ഹുബൈബ് നീ ഞങ്ങളുടെ കൂടെ കളിച്ച് ചിരിച്ച് നടന്നവനാടാ ഹുബൈബ്, കൊല്ലാ മനസ്സു വരുന്നില്ലടാ, നീ മതം മാറണ്ട ഹുബൈബ്, മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ. ഉബൈബ് പറഞ്ഞു, കൊന്നാലും ഞാൻ പറയൂല, എനിക്ക് മുത്തുനബി അല്ലാത്ത ഇഷ്ടമാണ്. അവസാനം പടച്ചവനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അതാ അവര് പറയുകയാണ്, നിന്നെ ഞങ്ങൾ കൊല്ലുമടാ ഹുബൈബ്. കുന്തം കൊണ്ടുവന്ന് ഹുബൈബിന്റെ വയറ്റിലേക്ക് കുത്തിയിറക്കുകയാണ്, നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയാണ്. ഹുബൈബ് പാടുകയാണ്, വയ്യക്ക് തഊരിജിലീ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എന്നെ കൊന്നോ, കുത്തിക്കൊല്ലണോ, വെട്ടിക്കൊല്ലണോ, കൂക്കിക്കൊല്ലണോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കൊന്നോ, എനിക്ക് പ്രശ്നമില്ല. പടച്ചവനെ ഹുബൈബ് തങ്ങളുടെ ശരീരത്തിലേക്ക് കുന്തം കുത്തിയിറക്കിയിട്ട് പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുമ്പോ ഹുബൈബ് തങ്ങളുടെ കഴുത്തില് കയറിട്ട് മുറുക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ എല്ലാവരും ആസ്വദിക്കുകയാ, എല്ലാവരും ആസ്വദിക്കുകയാ. അന്നും അങ്ങനെയാ, ഇന്നും അങ്ങനെയാ. പടച്ചവനെ ആസ്വദിക്കുമടോ. ഫലസ്തീനും ഇറാനും എല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോ കണ്ടാസ്വദിക്കുന്നവർ ഇന്നുമുണ്ടല്ലോ. അന്നും അങ്ങനെ തന്നെയാണ്. കഴുകുമരത്തിൽ കിടന്ന് ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാർ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടന്ന് പിടയുമ്പോ അത് കണ്ട് ആസ്വദിക്കുകയാ, അവര് പരിഹസിക്കുകയാ, അവരാനന്ദ നൃത്തം കൊള്ളുകയാ. അതാ വരുന്നടാ ചെറുപ്പക്കാരാ, ആകാശ ലോകത്ത് നിന്ന് ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിന്റെ നേതൃത്വത്തില് അതാ മലക്കുകൾ ഇറങ്ങി വരികയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. കഴുകുമരത്തിൽ കിടന്ന് മരണവപ്രാളത്തിൽ പറയുന്ന ഹുബൈബ് ഇബ്നു അദിയിനോട് അതാ മലക്കുകൾ ചോദിക്കുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ ഹുബൈബ്? 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോ എനിക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിനോട് മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാടാ പേടിക്കുന്നത്, എന്തിനാടാ സങ്കടപ്പെടുന്നത്? ഹുബൈബ് കരയല്ലേ ഹുബൈബ്, പേടിക്കല്ലേ ഹുബൈബ്, വിളിച്ചു പറയടാ. ഈ ചിരിക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട്, ഈ കളിയാക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ മരണം കണ്ട് ആസ്വദിക്കുന്നവരോട് വിളിച്ചു പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടിത്തീ വീണതുപോലെ കണ്ണ് തള്ളി
അറിയടാ ചെറുപ്പക്കാരാ, കഴുകുമരത്തിൽ കിടന്ന മരണപ്രാളത്തിൽ പിടയുന്ന ഹുബൈബ് സഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ അവര് ഭയന്നു പോയടാ, അവരുടെ നാവിറങ്ങിപ്പോയടാ. കണ്ണ് തള്ളിയിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. മലക്കുകൾ പറയുന്നു, ചിരിക്കടാ ഹുബൈബ്, ചിരിക്കടാ ഹുബൈബ്. എന്റെ ഉപ്പയോട് ഞാൻ ചോദിക്കുകയാ, വാപ്പാ വെറുതെയാണെന്ന് തോന്നുന്നുണ്ടോ? പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് വെളുപ്പാങ്കാലത്ത് അള്ളാടെ പള്ളിയിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനൻ എന്ന പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടപ്പോ എഴുന്നേറ്റ് തണുപ്പുള്ള വെള്ളത്തിൽ ഒതുപെടുത്തിട്ട് വേച്ച് വേച്ച് നിസ്കരിക്കാൻ പോയത് വെറുതെയാണെന്ന് തോന്നുന്നോ വാപ്പാ? ഇല്ല വാപ്പാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ വാപ്പാ. പെങ്ങളെ, മഗ്‌രിബിന്റെ സമയം കിടഞ്ഞ് സീരിയൽ കണ്ടുകൊണ്ട് വീടിന്റെ അകത്ത് നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും ആസ്വദിച്ചു കൊണ്ടിരുന്നപ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിന്റെ അകത്ത് പാവിരിച്ചിട്ട് നിസ്കരിച്ച ഉമ്മ, നീ സാധാരണ ഒരു പെണ്ണല്ല, നീ സാധാരണ ഒരു വാപ്പയല്ല. നിന്റെ മരണമാ പറയുന്നത്. നീ മരിക്കുന്നത് എവിടെ വെച്ചാകട്ടെ, ലോകത്ത് എവിടെ കിടന്ന് മരിച്ചാലും ശഹാദത്ത് കലിമ പറയാ ഭാര്യയുടെ ആവശ്യമില്ല, ഭർത്താവിന്റെ ആവശ്യമില്ല, മക്കളുടെ ആവശ്യമില്ല, കുടുംബക്കാരുടെ ആവശ്യമില്ല. നീ എവിടെ കിടന്ന് മരിച്ചാൽ അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. നിസ്കരിച്ച ഉപ്പ, നിന്റെ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കടന്നു വരുമ്പോ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞങ്ങളാ പറയുന്നത്, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. നിങ്ങളുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരാ ഞങ്ങള്. പറഞ്ഞ സ്വർഗമാ ചെറുപ്പക്കാരാ, പെങ്ങളെ പറഞ്ഞ സ്വർഗമാണ്. ശഹാദത്ത് കലിമ പറ പെങ്ങള്, അള്ളാന്റെ മലക്കുകൾ നിനക്ക് പറഞ്ഞു തരുമടാ ചെറുപ്പക്കാരാ. ഇത് വിവിഐപികൾക്ക് അല്ലാഹു കൊടുക്കുന്ന മരണമാണ്. ഇത് നിസ്കരിക്കുന്നവർക്ക് കൊടുക്കുന്ന മരണമാണ്. തൂങ്ങിച്ചാകുന്നവരെ കണ്ടിട്ടുണ്ടോ? കണ്ണ് തള്ളുമല്ലോ. വായിലൂടെ പതയുന്നവരെയും ഒലിപ്പിച്ച് മലമൂത്ര വിസർജനം നടത്തി ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ചത്ത് കിടക്കുന്നത്. എന്നാ ഉബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. എല്ലാവരും ഒന്ന് കാണുകയാണ്. തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിനെ കാണുകയാണ്. എങ്ങനാ കിടക്കുന്നതെന്നറിയുമോ? കഅബാലയത്തിന്റെ നേരെ തലവെച്ചിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഹുബൈബ് തങ്ങൾ ഇതിങ്ങനെ കഴുകുമരത്തിൽ കിടക്കുകയാ. വല്ലാത്ത പ്രകാശമായിരുന്നു, വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. ശത്രുക്കൾക്ക് വാശിയായടോ. അവര് പറഞ്ഞു, ഹുബൈബിന്റെ മയ്യത്ത് പോലും മുഹമ്മദിന് കൊടുക്കരുത്, ഇവന്റെ ജനാസ പോലും വിട്ടുകൊടുക്കരുത്. കൊണ്ടുപോയി കെട്ടിത്തൂക്കുകയാണ്. പുഴുത്തു നാറട്ടെ, അതാ കാവല് നിൽക്കുകയാണ്. പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത സങ്കടമായി. ഹുബൈബിന്റെ ജനാസ പോലും കൊടുത്തില്ലടോ. നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഹാബാ ആരാ പോകുന്നത്? എന്റെ ഹുബൈബിനെ കബറടക്കാ പോകുന്നതാരാണ്? ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ പോകാൻ നബിയേ, ഞാൻ പോകാൻ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അനുവാദം കൊടുത്തു. ആ ചെറുപ്പക്കാരനായ സ്വഹാബി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്തിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ശത്രുക്കള് കല്ല് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരാസ്വദിക്കുകയാണ്. അവര് കല്ല് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സഹാബി നോക്കുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിങ്ങനെ ഓടി വരികയാ. കല്ല് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ശത്രുക്കളുടെ ചാരത്തേക്ക് ഒരു സുന്ദരിയായ പെണ്ണോടി വന്നിട്ട് ചോദിക്കുകയാ, എവിടെ ഹുബൈബിന്റെ തല? എവിടെ ഹുബൈബിന്റെ തല? എവിടെ? അവര് ചോദിക്കുന്നു, ഈ പുഴുത്തു നാറിയവന്റെ തല നിനക്കെന്തിനാണ്? ഈ പുഴുത്തു കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? ആ പെണ്ണിന്റെ മറുപടി എന്തെന്നറിയുമോ? ഹുബൈബിന്റെ തല വെട്ടിപ്പൊളിച്ച തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് എനിക്ക് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ. ശബ
ശപഥം ചെയ്തിട്ട് വന്നതാ, എനിക്കവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ച് കുടിക്കണം. നിങ്ങളിൽ ആരാ വെട്ടിക്കൊണ്ടു തരുന്നത്? നിങ്ങളിൽ ആരാ എനിക്കവന്റെ തലയോട്ടിക്കകത്ത് കള്ളു കുടിക്കാനാ? നിങ്ങളിൽ ആരാ വെട്ടിക്കൊണ്ടു തരുന്നത്? ഞാനവനെന്റെ ശരീരം കാഴ്ചവെക്കാ. കയ്യിലിരുന്ന കള്ളിന്റെ പാത്രം വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവേ, ഉബൈബ് തങ്ങളുടെ തലവെട്ടാനോടുമ്പോ സ്വഹാബി ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് കാണാൻ ഈന്തപ്പന മരത്തിന്റെ മുകളിൽ ചെന്ന് നോക്കുമ്പോ തലവെട്ടാൻ പോയവന്മാര് മുഴുവനും ജീവനും കൊണ്ടോടുകയാണ്. എന്താണ് നടക്കുന്നതെന്നറിയില്ല. കുറെ സമയമൊന്നും കാണാനില്ല. അല്ലാഹുവേ, അവസാനം പടച്ചവനെ ശാന്തമായപ്പോ ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കെട്ടി തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല. എന്തു പറ്റിയെന്നറിയില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാ, മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഉബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ, ഉബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. സ്വഹാബാ, ജനാസ കബറടക്കി. സ്വഹാബാ, ആരാ കബറടക്കിയതെന്നറിയുമോ? ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കബറടക്കിയത് ആരാണെന്നറിയുമോ? 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോട് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, ആരാ ഉബൈബ് തങ്ങളുടെ ജനാസ കബറടക്കിയതെന്നറിയുമോ? ഒരു ദിവസം നിനക്കും വരുമടാ പൊന്നുമോനെ. നമ്മുടെ വീട്ടിലും ഒരു ദിവസം വരാനുള്ളതാണ്. നമ്മുടെ വീട്ടിലും ഇതുപോലെ ഒരു ദിവസം വരാനുള്ളതാണ്. പടച്ചവനെ, ആരാ നമ്മുടെ ജനാസ കബറടക്കുന്നത്? ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ ജനാസ കബറടക്കിയത് ആരാണെന്നറിയുമോ? നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, മലക്കുകളെ കബറടക്കിയ സ്വഹാബാ. ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്താണെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഉബൈബ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ ജനാസ കബറടക്കിയതാരാ? അല്ലാഹുവിന്റെ മലക്കുകളാണ് കബറടക്കിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അൽഹംദുലില്ലാഹ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ ഫിർഔന വഅദ് കേട്ട് നന്നായില്ല. എന്നാൽ ആ വഅദ് കേട്ട് നന്നായതാരെന്നറിയുമോ? ആ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ, ആ കൊട്ടാരത്തിലെ രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആ കൊട്ടാരത്തിലെ വേലക്കാരിയായ മാസിത ബീബി റളിയല്ലാഹു തആല അൻഹാ, ഈ 2 പെണ്ണുങ്ങളാണ് ആ വഅദ് കേട്ടിട്ട് നന്നായത്. പടച്ചവനെ, മാതാ മാസിത ബീബി റളിയല്ലാഹു തആല അൻഹാ ആരാണെന്ന് പഠിക്കണേ പെങ്ങള്. എല്ലാ സിനിമാ നടിമാരെയും സീരിയൽ നടിമാരെയും നിനക്കറിയുമല്ലോ. എന്നാ പെങ്ങളെ, ആരാണ് മാസിത എന്നറിയുമോ? ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ്. പടച്ചവരെ, മൂസാ നബിയുടെ പ്രഭാഷണം കേട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, അതാ മാസിത തന്റെ ഭർത്താവിനെ ദഅവത്ത് നടത്തി മുസ്ലിമാക്കുകയാണ്. തന്റെ മക്കളെ മുസ്ലിമാക്കുകയാണ്. പടച്ചവനെ, അതാ ആരും അറിയാതെ രഹസ്യമായി ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ആസിയായും മാസിതായും 2 പേരും മുസ്ലിമായി ജീവിക്കുകയാണ്. പടച്ചവനെ, ഒരു ദിവസം മാസിത ബീബി റളിയല്ലാഹു തആല അൻഹാ ഫിർഔനിന്റെ മകളുടെ മുടി ചെയ്യാൻ ഒരു ചീപ്പെടുക്കുകയാണ്. ആ ചീപ്പങ്ങ് കയ്യിൽ നിന്ന് താഴെ വീഴുമ്പോ മാസിത പറഞ്ഞു, അല്ലാ അല്ലാ
ഫിർഔനിന്റെ മകൾ ചോദിക്കുന്നു മാസിത, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ മാസിത? അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ മാസിത? മാസിത ബീവി റളിയല്ലാഹു തആല അൻഹ സാക്ഷാൽ ഫിർഔനിന്റെ മകൾക്ക് അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഈ ലോകത്തിന്റെ അധിപനാണ് റബ്ബ്, ഈ ലോകത്തിന്റെ അധിപനാണ് അല്ലാഹ്. നമ്മളെ മുഴുവനും പടച്ചത് അല്ലാഹുവാണ്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഫിർഔനിന്റെ മകള് ചോദിക്കുകയാണ്, എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? ഫിർഔനിന്റെ പൊന്നാര മകളോട് മാസിത പറഞ്ഞു കൊടുക്കുകയാ, നിന്റെ വാപ്പ റബ്ബൊന്നുമല്ല, നിന്റെ വാപ്പ കേവലം അടിമയാണ്. നിന്റെ വാപ്പ കേവലം അടിമയാണ്. ആ അടിമയെ പടച്ചവനാണ് അല്ലാഹ്. പടച്ചവനെ മൂസാ നബി ഇവിടെ വന്ന് നിന്ന് ദഅവത്ത് നടത്തിയ ആ റബ്ബിന്റെ പേരാണ് അല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് മാസിത ബീവി ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പൊന്നുമോൾ എഴുന്നേറ്റ് ഓടുകയാണ്. രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന ഫിർഔൻ എന്ന് പറയുന്ന ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു ജീവിക്കുന്ന ഫിർഔനിന്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിക്കുന്നു, വാപ്പാ നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? നിങ്ങൾ അടിമയാണോ? നിങ്ങൾ അടിമയാണോ? ഫിർഔനിന്റെ മുഖമങ്ങ് വല്ലാതെ ചുമക്കുകയാണ്. ആരാണ് മോളെ നിന്നോട് പറഞ്ഞത് ഞാനല്ലാതെ ഒരു റബ്ബുണ്ടെന്ന്, ഞാൻ അടിമയാണെന്ന്? പടച്ചവനെ, ഫിർഔനിന്റെ പൊന്നാര മകള് പറയുന്നു, മാസിത പറയുകയാ, നിങ്ങൾ അടിമയാണെന്ന്. നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. പടച്ചവനെ, ഫിർഔനിന് നാണക്കേടായടോ. മാസിതയെ പിടിച്ചു കെട്ടി കൊണ്ടുവരികയാണ്. മാസിത ബീബി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചു കെട്ടി കൊണ്ടുവരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മാസിത ഞാനല്ലാതെ വേറൊരു റബ്ബുണ്ടെന്ന് നീ പറഞ്ഞോ മാസിത? മാസിത പറഞ്ഞു, നിന്നെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. ഞാൻ ആ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. മൂസാ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. പടച്ചവനെ, വല്ലാത്ത പ്രശ്നമായടോ. അവസാനം ഒരു തീരുമാനമെടുക്കുകയാണ്, ഇനി ഒരാളും മതം മാറാൻ പാടില്ല. മാസിത പറയുന്നു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. അവസാനം എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു, ഇനി ഒരാളും മതം മാറരുത്. ഏറ്റവും വലിയ ശിക്ഷ വേണം കൊടുക്കാൻ. അതിനെന്ത് ചെയ്തെന്നറിയുമോ? മാസിത ബീവി റളിയല്ലാഹു തആല അൻഹയെ തിളച്ചുമറിയുന്ന ഒരു എണ്ണച്ചട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാ. തിളച്ചുമറിയുന്ന ഒരു എണ്ണച്ചട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ചോദിക്കുന്നു, മാസിത മാറ്റമുണ്ടോ? കൊന്നാലും ഞാൻ മതം മാറൂല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ടുവന്ന് തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ തലകീഴായി കെട്ടി നിർത്തുകയാണ്. ചോദിച്ചു, മാസിത മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ ഇതിനകത്തിട്ട് ഞങ്ങൾ കൊന്നുകളയും മാസിത. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മാസിത ബീവി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ യാത്രയാക്കുക. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഷഹീദായടോ. അതാ മൂത്ത മകളെ കൊണ്ടുവന്നു, ഒന്നാമത്തെ പൊന്നുമോളെ കൊണ്ടുവന്നു. ഭർത്താവിനെ വെറുതെ കൊന്നുകളഞ്ഞു, ഇനി മകളെയും കൊന്നുകളയണോ? മാസിത പതറിയില്ല. തന്റെ പൊന്നാര മകളെയും അവര് കൊല്ലുകയാണ്. അടുത്ത കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, മാസിത മാറ്റമുണ്ടോ? പതറിയില്ല, പരാജയപ്പെട്ടില്ല. ഭർത്താവ് മരിച്ചു, 2 മക്കളും മരിച്ചു. മൂന്നാമത് മാസിതയുടെ മാറിടത്തിലേക്ക് ചേർന്നിരിക്കുന്ന തന്റെ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് ആ പൊന്നാര മകനെ പിടിക്കാൻ വരികയാണ്. മാസിതയുടെ കയ്യിലിരിക്കുന്ന പൊന്നുമോന് താ മാസിത എന്ന് പറഞ്ഞു പിടിച്ചുപെടുക്കാൻ വരുമ്പോ മാസിത ഒന്ന് പതറുകയാ. മാസിതയൊന്ന് പതറുകയാ. തന്റെ പൊന്നാര മകനെ കൊടുക്കാൻ മനസ്സു വരുന്നില്ല. കാരണം 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചിട്ട് തന്റെ പൊന്നാര മകനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. തന്റെ പൊന്നാര മകനെ കൊടുക്കാതെ മാസിത ബീവിയുടെ കണ്ണൊന്നു നിറയുമ്പോ, മോനെ ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയല്ലടാ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും മാസിത ബീവിയുടെ ചരിത്രം വായിക്കാമല്ലോ. തന്റെ പൊന്നാര മകനെ പിടിച്ചു പറിക്കാൻ നോക്കുമ്പോ മാസിത കരയുകയാണ്. തന്റെ കണ്ണൊന്നു നനയുകയാണ്. എല്ലാവരും വിചാരിച്ചു മാസിത തോറ്റുപോയെന്ന്.
കളിയാക്കുകയാ, എല്ലാവരും പരിഹസിക്കുകയാ. ഭർത്താവിനെയും 2 മക്കളെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ, ഇവള് പേടിച്ചു പോയി, ഇവള് മതം മാറിയെന്ന് കരുതിയിട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുമ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുന്ന പ്രായമായില്ല. പക്ഷേ തന്റെ ഉമ്മയെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടപ്പോ ആ പൊന്നുമോന് വിളിക്കുന്നു, യാ ഉമ്മ ലാ തഖഫ് വലാ തഹ്സൻ. എന്തിനാ ഉമ്മ പേടിക്കുന്നത്, എന്തിനാ ഉമ്മ സങ്കടപ്പെടുന്നത്? കൊടുക്കുമ്മ, നമ്മൾ സ്വർഗത്തിലല്ലേ. ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞപടന്ന് വിളിച്ചു പറയുകയാ. ആ കുഞ്ഞിനെയും ആ എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. അവസാനം ആശിതയും കൊന്നുകളഞ്ഞു. എന്നിട്ട് സന്തോഷത്തോടെ ഫിർഔന് കൊട്ടാരത്തിന്റെ മണിയറയിലേക്ക് കേറി ചെല്ലുമ്പോ ആസിയാ ബീബി റളിയല്ലാഹു തആല അൻഹാ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഫിർഔന് ചോദിച്ചു, ആസിയാ ഇഷ്ടമായോ? ആസിയാ ഇഷ്ടമായോ? ആസിയാ ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ ഒരു പെണ്ണിനും അവരുടെ കുടുംബത്തിനും ഞാൻ കൊടുത്ത ശിക്ഷ നിനക്ക് ഇഷ്ടമായോ? പടച്ചവനെ, ആസിയാ ബീവിയുടെ മറുപടി എന്തെന്നറിയുമോ? ആരുടെയോടാണ് സംസാരിക്കുന്നതെന്നറിയുമോ? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിൽ വിശ്വസിച്ച ആസിയ എന്ന് പറയുന്ന പെണ്ണ് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ആസിയ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ അടിമയല്ലേ? നിങ്ങൾ അടിമയല്ലേ? നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. റബ്ബി മൂസ വഹാറൂൻ. ഞാനും അവരുടെ കൂടെയാണ്, ഞാനും അവരുടെ കൂടെയാണ്. ഇതാണോ ധൈര്യമെന്ന് പറയുന്നത്? ഇതാൾബലമുണ്ടായിട്ട് പറഞ്ഞതല്ല, ഇതാൾബലമുണ്ടായിട്ട് പറഞ്ഞതല്ല. അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് കയറിയപ്പോ കിട്ടിയ വല്ലാത്ത ഒരു ധൈര്യമാ. പടച്ചവനെ, ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മൂസാ നബി തന്റെ കയ്യിലിരുന്ന കമ്പ് താഴേക്കിട്ടപ്പത് പാമ്പാവുകയാണ്. അതാ ഫിർഔനിന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ മുഴുവനും പാമ്പുകള് ആ വലിയ പാമ്പങ്ങ് വിഴുങ്ങുകയാണ്. അത് കണ്ടപ്പോ ഫിർഔനിന്റെ കൂടെ നിന്നവർക്ക് കാര്യം മനസ്സിലായി. അവര് മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാണ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. ആ സമയത്ത് പടച്ചവനെ, മുസ്ലിമായിട്ട് 40 കൊല്ലമായില്ല, 50 കൊല്ലമായില്ല, 60 കൊല്ലമായില്ല, ഒരു ദിവസമായില്ല. മൂസാ നബി തന്റെ കയ്യിലിരുന്ന കമ്പ് താഴെയിട്ടപ്പോൾ അത് പാമ്പായി. ആ പാമ്പ് മറ്റുള്ള പാമ്പുകളെ മുഴുവനും വിഴുങ്ങുകയാണ്. ഇത് കണ്ടപ്പോ മൂസ പ്രവാചകനാണെന്ന് അവർ അംഗീകരിക്കുകയാണ്. ഫിർഔനിന്റെ കൂടെ നിന്നവര് മുസ്ലിമായി, ഫിർഔനിന്റെ കൂടെ നിന്നവര് മുസ്ലിമായി. അപ്പോഴാണ് ഫിർഔന് പറഞ്ഞത്, നിങ്ങളെ എല്ലാവരെയും ജീവനോടെ ഞാൻ മുറിച്ചെടുക്കും, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ മുറിച്ചെടുക്കും, ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. ഫിർഔനതാ പറയുമ്പോ മുസ്ലിമായിട്ട് മിനിറ്റുകളെ ആയുള്ളൂ, മുസ്ലിമായിട്ട് മിനിറ്റുകളെ ആയുള്ളൂ. കുറച്ചു നേരം മുമ്പ് വരെ ഫിർഔനിന്റെ കൂടെ നിന്നവരാണ്. അവൻ അല്ലാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിനക്ക് ദുനിയാവിലല്ലേ ചെയ്യാൻ പറ്റൂ, കൂടി പോയാ നീ ഞങ്ങളെ കൊന്നുകളയും, ആഖിറത്തിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാണോ ഞാൻ പറഞ്ഞത്? അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞ നമ്മുടെ ഭയം മാറുകയാ, നമ്മുടെ പേടി പോവുകയാ. പിന്നെ നമ്മൾ ലോകത്തൊരാളെയെ ഭയപ്പെടൂ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ അല്ലാതെ വേറെ ഒരു ശക്തിയെയും നമ്മളെ ഭയപ്പെടില്ല. അത് ഈമാൻ ഉറയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ്. അതാണ് ഔലിയാക്കന്മാര്. അവർ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രീതിയിൽ അവര് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അല്ലാഹു പറയുന്നു, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് അല്ലാഹുവല്ലാതെ വേറൊരു ശക്തിയെയും അവർക്ക് പേടിയില്ല. രണ്ടാമത്തെ യോഗ്യത എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, അവർക്ക് സങ്കടമില്ലടോ, അവർക്ക് നിരാശയില്ലടോ, അവർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അവർക്ക് വേദനയില്ല, അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു പോയാലും എന്തൊക്കെ സംഭവിച്ചാലും അവർ അല്ലാഹുവിനെ കുറ്റപ്പെടുത്താറില്ല. അവർക്ക് സങ്കടമില്ല, അവർക്ക് നിരാശയില്ല. മുസ്ലിമേ,
എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമല്ലേ? പടച്ച റബ്ബിന്റെ പരീക്ഷണമാണ്. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ, രോഗം വന്നതിന്റെ പേരിൽ, സമ്പത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, മക്കൾ മരിച്ചു പോയതിന്റെ പേരിൽ, എന്തെങ്കിലും നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവർ അല്ലാഹുവിനെ കുറ്റം പറയൂല. അവർക്ക് സങ്കടമില്ല, അവർക്ക് നിരാശയില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവേ, നമുക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തന്ന നമ്മൾ പറയുന്ന തഹജ്ജുദ് നിസ്കരിക്കുന്നവളായിരുന്നു, ഞാൻ ഏത് വഅദ കേൾക്കാനും പോകുന്നവളായിരുന്നു, എത്രയോ സദഖ കൊടുത്തു, എത്രയോ ദുആ ചെയ്തു, എന്തെല്ലാം ചെയ്തിട്ടും അല്ലാഹു എനിക്കിത് തന്നല്ലോ. ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാ. ഔലിയാക്കന്മാരുടെ രണ്ടാമത്തെ പ്രത്യേകത, അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ അവർക്ക് നിരാശയോ സങ്കടവോ ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്കോ നമ്മുടെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന തലവേദനയാണ്. ഇവിടെ നമുക്ക് ഇതുവരെ ഉറയ്ക്കാത്തൊരു കാര്യമുണ്ട്. 6 കാര്യങ്ങളിൽ വിശ്വസിച്ചാലേ ഒരാൾ വിശ്വാസിയാകൂ. ഈമാൻ കാര്യം 6 എണ്ണമാ. അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം, പ്രവാചകന്മാരിൽ വിശ്വസിക്കണം, ഖുർആനിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. ഈ 5 കാര്യത്തിലും വിശ്വാസമുണ്ട്. ഈ പറഞ്ഞ 5 കാര്യത്തിലും വിശ്വാസമുണ്ട്. 6ാമത്തെ കാര്യത്തിൽ മാത്രം ഇത്തിരി പുറകോട്ട. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വൽഖദിരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് അവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കണം. അവിടെ മാത്രം നമുക്ക് പറ്റിപ്പോയി. അവിടെയാണ് നമുക്ക് ആ വിശ്വാസം അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. നമ്മൾ പറയുക, പടച്ചോനെ ഞാൻ എല്ലാ മജ്ലിസിലും പോകും, മജ്ലിസിൻ നൂറിന് പോകും, ഉസ്താദന്മാരുടെ സ്വലാത്ത് മജ്ലിസ് എല്ലാത്തിനും ഞാൻ പോകും. പടച്ചോനെ എന്തിനു പോയാലും പടച്ചോൻ എന്നിട്ട് എനിക്കിത് വന്നല്ലോ എന്ന് പറയുന്നവർ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉസ്താദ്, എന്തേ ഉസ്താദെ എൻ്റെ രോഗം മാറാത്തെ? എന്തേ ഉസ്താദെ എൻ്റെ പ്രയാസം മാറാത്തെ? നമ്മൾ ചോദിക്കുന്നല്ലോ. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ക്ഷമിക്കാൻ കഴിയണം, സഹിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമുക്കൊരു വിചാരമുണ്ട്, അള്ളാഹുവിനെന്തോ നമ്മളോട് വൈരാഗ്യം ഉള്ളത് കൊണ്ടാണ് അള്ളാഹ് നമ്മളിങ്ങനെ പരീക്ഷിക്കണേന്ന്. ഒരിക്കലും അങ്ങനെ പറയരുത്. അള്ളാഹ്ക്ക് എന്നോട് വൈരാഗ്യമുണ്ട്, അള്ളാഹ്ക്ക് ദേഷ്യമുണ്ട്, ഒന്നും പറയരുത്. അത് പോട്ടെ മോനെ, അത് അള്ളാഹു അതിന് ആയുസ് അത്ര വിധിച്ചിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് അത് പൊട്ടിപ്പോയി. അത് തന്നെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, നമുക്ക് അള്ളാഹു സുബ്ഹാന നമ്മളോട് എന്തെങ്കിലും ദേഷ്യം അള്ളാഹിക്കുണ്ടോ? ഒന്നുമില്ല. എന്ത് വന്നാലും പറയണം അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സുഖമാണോ? പോയി, തുടക്കവേ പോയി. സുഖമാണോ? എന്തെങ്ങനെ വായും തുറന്നിരിക്കണേ? സുഖമാണെന്ന് വെച്ചാൽ എന്താ പറയണ്ടേ? സുഖമാണോ അതല്ലേ പറഞ്ഞു പഠിക്കണ്ടേ? ആ അൽഹംദുലില്ലാ പറഞ്ഞു പഠിക്കണ്ടേ. എല്ലാവരുടെ നാവിൽ അത് വരൂല. ആ അൽഹംദുലില്ലാ പറയാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. അത് പറയണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അത് കഴിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരിക്കൽ നബിതങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു. നബിതങ്ങൾ ചോദിച്ചു, യാ ഫുലാനെ, ചങ്ങാതി നിനക്ക് സുഖമാണോ? അൽഹംദുലില്ലാ ഖൈറ, സുഖമാണ് നബി, റാഹത്ത. അപ്പം നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാൾ പള്ളിയിൽ കയറി വന്നു. ഓനോടും ചോദിച്ചു, സുഖമാണോ? ആ ഖൈർ, സുഖമാണ് നബി. അപ്പം നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പം ഈ സഹാബി ചോദിച്ചു, എനിക്ക് ദുആയില്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത്, എനിക്ക് ദുആയില്ലേ? അപ്പം നബിതങ്ങൾ പറഞ്ഞു, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിഗന റസൂലുള്ളാഹി. അപ്പം ഇനി പറ, സുഖമാണോ? അൽഹംദുലില്ലാ. അത് പഠിച്ചാൽ മതി, അത് പറഞ്ഞാൽ മതി. അത് പറയുന്നത് കൊണ്ട് ഒരുപാട് നേട്ടമുണ്ടോ. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പിന്നെ സങ്കടം, ദുഃഖം, രോഗം, പ്രശ്നം, അതൊക്കെ ജീവിതത്തിൽ അള്ളാഹു തരുന്നത് വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാണ്. സ്നേഹം കൂടിയാൽ അള്ളാഹു അങ്ങനെ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിപ്പിച്ചത് ശത്രുക്കളെ ആയിരുന്നില്ല, 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെയാ. ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കാണ്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇഷ്ടമില്ലാഞ്ഞിട്ട് ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ചില്ലേ? കണ്ടു കൊതിതീരുന്നതിന് മുമ്പും മരിച്ചില്ലേ? എത്ര പട്ടിണി കിടന്നു, എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചു, ആ ത്യാഗങ്ങൾ. സ്നേഹം കൂടിയ അള്ളാഹ് അങ്ങനെ ഇത്തിരി കണ്ണുനീര് കുടിപ്പിക്കും.
ഒന്നിങ്ങനെ വേദനിപ്പിക്കും, എന്നിട്ട് കെട്ടി അങ്ങോട്ട് പിടിക്കും. അള്ളാഹു അഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു അഭാഗ്യം തരുമാറാകട്ടെ. ഈ ഇരിക്കണ എല്ലാവരും എന്തെങ്കിലും ഒരു പ്രയാസമുള്ളവരാ, എല്ലാവരും പ്രയാസമുള്ളവരാ. ഞാനും ഇന്നത്തെ തങ്ങൾ വന്നു, തങ്ങളുടെ ദ്വാ പ്രതീക്ഷിച്ച ഞാനും ഇരിക്കണം. ഞാൻ അസ്റഫ് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രത്യേകം, എനിക്കാണെങ്കിൽ നടുവിന് ചെറിയ പ്രശ്നം, ഇരിക്കാൻ കഴിയണില്ല, നല്ലപോലെ നിസ്കരിക്കാൻ പോലും കഴിയുന്നില്ല. ഞാനും ഇന്നത്തെ ദ്വാ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ്. അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകുമാറാകട്ടെ, ശിഫ നൽകുമാറാകട്ടെ. അപ്പം അൽഹംദുലില്ലാ. എടോ, എന്ത് സങ്കടം വന്നാലും എന്തു പറയണം, എന്തു പറയണം? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്തു പറയണം? നാളെ ജോലിക്ക് പോയപ്പോൾ നിന്റെ മുതലാളി പറയാ ഇന്നത്തോടെ പൊക്കോളാൻ, അൽഹംദുലില്ലാ ബായ്. ഉണ്ടായിരുന്ന ജോലി പോയി, അൽഹംദുലില്ലാ. പരീക്ഷയ്ക്ക് തോറ്റു, അൽഹംദുലില്ലാ. കല്യാണം മുടങ്ങി, അൽഹംദുലില്ലാ. ഉണ്ടായിരുന്ന കച്ചവടം നഷ്ടപ്പെട്ടു പോയി, ബിസിനസ്സിൽ ലാഭം പോയി, എന്ത് വന്നാലും അൽഹംദുലില്ലാ. അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ, നിങ്ങൾക്ക് തോന്നട്ടെ. അപ്പം അൽഹംദുലില്ലാ. എടോ, എന്ത് സങ്കടം വന്നാലും എന്തു പറയണം, എന്തു പറയണം? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്തു പറയണം? നാളെ ജോലിക്ക് പോയപ്പോൾ നിന്റെ മുതലാളി പറയാ ഇന്നത്തോടെ പൊക്കോളാൻ, അൽഹംദുലില്ലാ ബായ്. ഉണ്ടായിരുന്ന ജോലി പോയി, അൽഹംദുലില്ലാ. പരീക്ഷയ്ക്ക് തോറ്റു, അൽഹംദുലില്ലാ. കല്യാണം മുടങ്ങി, അൽഹംദുലില്ലാ. ഉണ്ടായിരുന്ന കച്ചവടം നഷ്ടപ്പെട്ടു പോയി, ബിസിനസ്സിൽ ലാഭം പോയി, എന്ത് വന്നാലും അൽഹംദുലില്ലാ. അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ.